ഹായ്. അപ്പോൾ ഒരു ചെറിയ കാര്യം പറയാനാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതായത് ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുന്നുണ്ട്. ആഹ് എല്ലാവർക്കും വന്ന് പഠിക്കാമെന്നല്ല ഞാൻ പറഞ്ഞത്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വന്നിട്ട് പഠിക്കാം. ഓക്കെ. അതിനുശേഷം ഗൾഫിൽ നിന്ന് കുറച്ച് പേരൊക്കെ വിളിച്ചു. ആഹ് പിന്നെ കുറച്ച് ചേച്ചിമാർ വിളിച്ചു. അവരൊക്കെ പറഞ്ഞു വളരെ സന്തോഷം സാർ ഇങ്ങനെ പറഞ്ഞതിൽ. ഞങ്ങൾക്ക് വന്ന് പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ടാണോന്നറിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ടാണോന്നറിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവര് നന്ദിയൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയാം. നന്ദി പറഞ്ഞതിലും നിങ്ങൾ അങ്ങനെ സന്തോഷത്തോടുകൂടി പെരുമാറിയാലും എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്. ഇതേ നിങ്ങൾ തന്നെ നാളെ ഇത് പഠിച്ചു പോയിട്ട് ലോസ് ആകുമ്പോൾ എന്നെ കുറ്റം പറയരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ നിർബന്ധിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇഷ്ടപ്രകാരം കൂടിയാണ് ഞാനിത് ഓൺലൈനിലേക്ക് മാറ്റിയത്. ഓക്കെ. പിന്നെ പറയാനുള്ളത്, പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, നമ്മളെ സെറ്റപ്പ് പഠിച്ചു കഴിഞ്ഞാൽ പറയുന്ന പോലെ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. ഓക്കെ. ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ ട്രേഡ് എടുക്കണ്ടെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു. കാരണം ഞാൻ നമ്മുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ഇത്തിരി വെള്ളം കയറി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അമ്മനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോയി. ഇപ്പോൾ മോർണിംഗത്തെ എൻട്രി കാര്യങ്ങളൊന്നും നോക്കിയില്ല. പിന്നെ ഇന്നലെ നൈറ്റ് കുറച്ചധികം നേരം ഞാൻ ചാർട്ട് നോക്കി. ഗോൾഡിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രീവിയസ് ചാർട്ടുകളൊക്കെ എടുത്ത് കുറച്ച് അനാലിസിസ് ഒക്കെ നടത്തിയതിന് ശേഷം കിടന്നുറങ്ങാനുള്ള പ്ലാനൊക്കെ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ വെച്ച് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന വന്നു. എനിക്ക് തോന്നുന്നു ഞാൻ 2-3 മണിക്കൂറൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ സിസ്റ്റത്തിന് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, ഭയങ്കരമായിട്ട് തലവേദന വന്നു. ഞാൻ അങ്ങനെ കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാൻ നേരം വൈകിട്ട് എഴുന്നേറ്റത് 11 മണി എഴുന്നേൽക്കുമ്പോൾ നേരെ കുളിച്ച് റെഡി ആയിട്ട് ഞാൻ അമ്മയുടെ നാട്ടിലേക്ക് പോയി. അമ്മ അവിടെ ആയിരുന്നു. അങ്ങനെ അമ്മനെയും കൊണ്ടുവരാൻ വേണ്ടി പോയതാ. അപ്പൊ ഇതിന്റെ ഇടയിൽ ട്രെയിനിൽ എടുക്കണ്ട വേണ്ടാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പിന്നെ ഒന്നാമതൊന്ന് എക്സ്പയറി ഡേ ആണ് നമ്മൾ നോക്കുന്ന ഇൻഡെക്സിന്റെ. അങ്ങനെ വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് നമുക്ക്, അതായത് മോർണിംഗ് സത്യം പറഞ്ഞ് എടുക്കാന്ന് വെച്ചാല് നല്ലൊരു സൂപ്പർ എൻട്രി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് നോക്കിയപ്പോൾ നമുക്കൊരു ചെറിയ സെറ്റപ്പ് കിട്ടിയിട്ടുണ്ട്. ടൈമും കുറച്ചാണ്. ഞാൻ പറഞ്ഞത് നമ്മളൊരു 2:40 വരെയൊക്കെ എടുക്കുള്ളൂ മാക്സിമം. അപ്പോൾ ഞാനൊരു സെറ്റപ്പ് കണ്ടുവച്ചു. ഞാനത് നോക്കി അത് കറക്റ്റ് ആണെങ്കിൽ മാത്രം എടുക്കാന്നുള്ള പ്ലാനിൽ നിന്നു. എൻട്രി എടുത്തു. അപ്പൊ അതിന്റെ റീസണും കാര്യങ്ങളും ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. എൻട്രി എടുത്തു. നമുക്ക് പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പോയിന്റ് കറക്റ്റ് കളക്ട് ചെയ്യാൻ പറ്റില്ല. 1:3 അടുത്ത്, 3 തൊട്ടടുത്ത് നമുക്ക് എക്സിറ്റ് അടിക്കാൻ പറ്റി. പക്ഷെ അതിന് ശേഷം മാർക്കറ്റ് നന്നായിട്ട് ബെയറിഷ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ക്രൈറ്റീരിയ റൂൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പാലിച്ച് തന്നെ പോവാം. എത്ര തന്നെ പ്രോഫിറ്റ് കിട്ടും എന്ന് അറിഞ്ഞാൽ പോലും നമ്മുടെ റൂള് വിട്ടിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോവരുത്. ഓക്കെ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയില്. പിന്നെ യൂട്യൂബില്, അതായത് യൂട്യൂബിലും പിന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ 2-3 വീഡിയോസ് ഉണ്ട്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ. ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കേട്ട് നോക്കട്ടെ. അവർ പറയുന്നത് എന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒരു സാറുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. അദ്ദേഹത്തിന്റെ ചാനലിന്റെ പേര് ആർട്ട് ഓഫ് ട്രേഡിങ്ങോ അങ്ങനെ എന്തോ സംഭവമാണ്. ഞാൻ കുറെ നാൾ മുമ്പ് അദ്ദേഹത്തിന്റെ ചാനൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ട്രേഡിങ്ങിനെ കുറിച്ച് അടിപൊളിയായിട്ട് വ്യക്തമായിട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. എങ്ങനെ എടുക്കണം, എന്താണ് ട്രേഡിംഗ് എന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ ചാനലൊക്കെ പോയി കാണാം. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ എന്താണോ പറയണത് അദ്ദേഹം ഒരു 4 ദിവസം മുമ്പേ അത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ PNL കാണുന്നതിലല്ല കാര്യം. നിങ്ങളത് വ്യക്തമായിട്ട് പഠിക്കുക, അത് പഠിക്കാനായിട്ട് വരിക. മനസ്സിലായില്ലേ? അതിലാണ് കാര്യം. ഇപ്പൊ ഞാൻ ഇത്ര കാണിച്ചു, ഇപ്പൊ ഞാനൊരു എമൗണ്ട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ട്രിഗർ ആവോ, ഞാനും അവൻ്റെ ഒപ്പം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും കിട്ടില്ലേ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ ട്രിഗർ ആവുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ. ഞാൻ അതിനെക്കുറിച്ച് ഇനി വീണ്ടും പറയുന്നില്ല, നിങ്ങൾക്ക് ഭ്രാന്താവും. അപ്പോൾ ഈ വീഡിയോസുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. പിന്നെ ഓൺലൈൻ ക്ലാസ് ഉടനെ ഉണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം വിചാരിച്ചു റെക്കോർഡഡ് വീഡിയോസ് ആയിട്ട് തരാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് എന്നോട് ഇഷ്ടമുള്ള ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞു അത് വേണ്ട, മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ലേ, അങ്ങനെ ചെയ്യാൻ നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ശരിയാണ്, ഞാൻ അത്രയൊന്നും കടന്നു ചിന്തിച്ചില്ല. ആരെങ്കിലും ഒക്കെ പഠിച്ചോട്ടെ എന്ന് വെച്ചിട്ടാണ്. എൻ്റെ നിലനിൽപ്പും കൂടി എനിക്ക് നോക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് ചെറിയ മാറ്റങ്ങളുണ്ട്. ഞാൻ യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന്റെ വീഡിയോസ് ഇടാം. ഓക്കെ. അപ്പൊ നിങ്ങൾ യൂട്യൂബിൽ ഞാൻ പറയാം, വീഡിയോസ് ഇട്ടതിന് ശേഷം ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ പറയും ഈ വീഡിയോസ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ. ഓക്കെ.
ബേസിക് കാര്യങ്ങൾ നമ്മൾ ഇതിൽ, അതായത് യൂട്യൂബിലും മെയിൻ സംഭവങ്ങളൊക്കെ നമ്മൾ സൂമിലായിരിക്കും, ലൈവ് സെക്ഷനിലായിരിക്കും പഠിപ്പിച്ചു തരാം. ഓക്കെ, പിന്നെ ഫീല് കോംപ്രമൈസ് ഇല്ല. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന ക്യാപിറ്റലും കോംപ്രമൈസ് ഇല്ല. ഇതിൻ്റെ ഒക്കെ സ്ക്രീൻഷോട്ട് എനിക്ക് കണ്ടേ പറ്റൂ. അങ്ങനെ കാണുന്നവരെ മാത്രമേ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മറ്റു വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഒരു വിലയിരുത്തുക, ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ വിലയിരുത്തുക. എന്നിട്ട് മാത്രം ആലോചിച്ചിട്ട് മാത്രം കോഴ്സ് പഠിച്ചുകൊണ്ട് ഒന്നും കിട്ടില്ല. നിങ്ങൾ അതായത് നിങ്ങൾ എത്ര ഇതിൽ സസ്റ്റെയിൻ ചെയ്യണോ, എത്ര നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണോ, എത്ര ഡിസിപ്ലിൻ കൊണ്ടുവരണോ, അതുപോലെ ആയിരിക്കും നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടാകാൻ പോണ റിസൾട്ട്. ഓക്കെ, ഇത് ഓൾറെഡി ഞാൻ സ്പീഡ് കൂട്ടിയിടുന്നതാണ്. ഓക്കെ, ഇങ്ങനെ കാണുമ്പോൾ SL അടിച്ചു എന്ന് വിചാരിക്കരുത്. ഓക്കെ, നമുക്കതിന് കുറച്ച് കൺഫർമേഷൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നോക്കിയിട്ടായിരിക്കും നമ്മൾ എൻട്രി എടുക്കുള്ളൂ. ഓക്കെ, പ്രീമിയം ചാറ്റിൽ നമുക്കൊരു സെറ്റപ്പ്, അതായത് കറക്റ്റ് ഒരു റേഞ്ച് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊട്ട് താഴേക്ക് ഒന്ന് വന്നിട്ട് ജസ്റ്റ് നമ്മളൊരു പോയിൻ്റ് ഇട്ട് വയ്ക്കും. അതായത് നമ്മൾ പറയില്ലേ, ട്രിഗർ പോയിൻ്റ് ഇട്ട് വയ്ക്കും. അതിൽ വന്ന് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ എൻട്രി ഇനീഷ്യേറ്റ് ആവും. അത് ഞാൻ പറയുന്നത് എൻട്രി എടുക്കുന്നത് ഞാൻ ഇതിലല്ല, മനസ്സിലായില്ലേ, ഈ ബ്രോക്കറിലല്ല. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു 28 പോയിൻ്റ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത് ഇതാണ്, കണ്ടില്ലേ, നമ്മൾ ആ ഒരു ഇതിലേക്ക് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടോപ്പ് ടാർഗറ്റ്, അതായത് 40 പോയിൻ്റ് 80 പോയിൻ്റ് ഒന്നും എടുത്തിട്ടില്ല. പുറത്തെവിടെയാണ് മരം മുറുകിന് അതിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും, നിൽക്കുമെന്ന് തോന്നണ്ട. ഓക്കെ, അപ്പം ഇതാണ് ക്ലോസിങ് ടൈം. ക്ലോസ് ചെയ്ത് മാർക്കറ്റ്. അപ്പോൾ മാർക്കറ്റ് നമ്മൾ വെച്ച ടാർഗറ്റ്, ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, സെക്കൻഡ് ടാർഗറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നാളെ ചിലപ്പോൾ അത് ഹിറ്റ് ആയിരിക്കും കേട്ടോ. ഇനി പ്രീമിയത്തിൽ വന്ന മാറ്റം ഞാൻ കാണിച്ചു തരാം. എത്ര പോയിൻ്റ് കളക്ട് ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, അതായത് ഒരു 70 പോയിൻ്റോളം മാർക്കറ്റ് കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി ഇൻറ്റു 70 ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടും എത്രയാണെന്നുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞു, അതൊന്നും കണ്ടിട്ട് നിങ്ങൾ വരണ്ട, മനസ്സിലാക്കുക, പഠിക്കാൻ വേണ്ടി മാത്രം വരാം കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ആകെ 4 ദിവസമായിട്ടുള്ളൂ. ഈ 4 ദിവസത്തിനുള്ളിൽ ഒരുപാട് മെസ്സേജസ് എനിക്ക് കിട്ടുകയുണ്ടായി, നിങ്ങൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ട്. ആദ്യത്തെ കേസ്, ഞാനിവിടെ കോഴ്സ് നിൽക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരാളല്ല. കോഴ്സ് വെക്കുക എന്നുള്ളത് എൻ്റെ പ്രഥമ പരിഗണനയിൽപ്പെട്ട ഒരു കാര്യമേ അല്ല. നിങ്ങൾക്കൊരു ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ള ആവശ്യമില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആലോചിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാനിവിടെ പിയാനല്ലോ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയ വലിയ വലിയ സംഖ്യകളുടെ കണക്കോ ഒന്നും പറയാതെ ഇവിടെ സ്വപ്നങ്ങൾ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. 30 ദിവസം കൊണ്ട് പോളോ എടുക്കാനുള്ള പ്ലാൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? 30 ദിവസം കൊണ്ട് പോളോ എടുക്കാം, 1 മാസം കൊണ്ട് 10 ലക്ഷം ഉണ്ടാക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരുത്തരുണ്ട് 1 വർഷം കൊണ്ട് എങ്ങനെ 1 കോടി ഉണ്ടാക്കാം. ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും ഞാനിവിടെ വിൽക്കാറില്ല. റിയാലിറ്റി മാത്രമേ ഞാൻ എൻ്റെ ചാനലിലാണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും പറയാറുള്ളൂ. എൻ്റെ അടുത്ത് നിങ്ങൾ ഇത്ര ചോദ്യം ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്മാരുടെയൊക്കെ കോഴ്സ് എന്നുള്ള ട്രാപ്പിൽ നിങ്ങളിൽ എത്ര പേര് പോയി വീണ്ടുണ്ടാവും? ഓക്കെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? ഞാൻ എക്സ്പീരിയൻസ്ഡ് ആയി എന്നല്ല പറയണത്. എനിക്ക് കിട്ടിയ കുറച്ച് എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ട് കാര്യം, ഡിസിപ്ലിനാണ് വലുത്, മനസ്സിലായില്ലേ? എത്ര തന്നെ സെറ്റപ്പ് ഓടിച്ചാലും ഡിസിപ്ലിനാണ് വലുത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് എന്താ പ്രാന്തുണ്ടാവും. ഒരു പ്രാവശ്യം പറഞ്ഞ പോലെ ഒരു കാര്യം, നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രശ്നം എന്താ വെച്ചാലില്ലേ, 100 തവണ പറഞ്ഞാലായിരിക്കും ഒരു കാര്യം ഒറ്റ പ്രാവശ്യം ട്രിഗർ ആവാം. എല്ലാവരുടെ കാര്യമല്ല, ചില ആൾക്കാരുടെ കാര്യം പറയണത്. എല്ലാവരും പ്രോഫിറ്റ് ഉണ്ടാക്കണം, അതായത് കാശുണ്ടാക്കണം എന്ന് മാത്രം അന്വേഷിച്ചിട്ടാണ് ഈ ലോകത്ത് എടുക്കുന്നത്. നമ്മുടെ കുടുംബം, നമ്മുടെ കുട്ടികൾ, ഭാര്യ, അവരുടെ സന്തോഷം, കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുമുണ്ട്, മനസ്സിലായില്ലേ? ഇതൊക്കെ കളഞ്ഞ് നിങ്ങൾ ത്യാഗം ചെയ്യാനായിട്ട് വരരുത്. ഞാൻ പറഞ്ഞു, എല്ലാത്തിൻ്റെ കൂടെയും കൊണ്ടുപോകണം. പതുക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം പോയാൽ മതി. അതാണ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഇതിന് മാത്രം ഇപ്പം ഞാൻ കല്യാണം കഴിക്കാത്തതുകൊണ്ടാണ്, മനസ്സിലായില്ലേ, ഞാൻ വേറൊരു ജോലിക്ക് പോവാണ്ട് ഞാൻ ഇതിൻ്റെ പുറകിലിരിക്കാൻ കാരണം അതായത് എനിക്ക് ടൈമുണ്ട് കൊടുക്കാൻ, എനിക്കത് പഠിക്കാനും ഇതാക്കാനും ടൈമുണ്ട്. എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് കുഴപ്പമില്ല, അമ്മയുടേതായ ജോലി കാര്യങ്ങളൊക്കെ അമ്മ പോകുമ്പോൾ ഞാൻ ഫ്രീയാണ്, മനസ്സിലായില്ലേ? നാട്ടുകാർ തെണ്ടുകൾ പലതും പറയുന്നുണ്ട്, ഞാൻ അതിലൊന്നും വില കൊടുക്കുന്നില്ല. പക്ഷേ എനിക്ക് ജോലി ഏൽപ്പിച്ച് തരാൻ വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. എന്നെ ഗൾഫിൽ കൊണ്ടുപോകാൻ എത്ര തവണ ഗൾഫിന് കൊണ്ടുപോകാൻ വന്നെന്നറിയും. കാരണം എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ കയറിക്കൂടെ ഇവിടെ കയറിക്കൂടെ. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവിടെ ഒന്നും അധികം നാളും നിന്നിട്ടില്ല. ഞാനതൊക്കെ ക്വിറ്റ് ചെയ്ത് പോരെ ചെയ്ത്. കാരണം ഒരു തൃപ്തിയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ത്രില്ല് വേണ്ട ചെയ്യുമ്പോൾ, വേണ്ടേ? ഓക്കെ, അപ്പോൾ ജസ്റ്റ് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ മനസ്സിലായില്ലേ? ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ പറഞ്ഞ കാര്യം ഞാൻ ജസ്റ്റ് ഇട്ടു. ഇനി ഇതിൽ കോപ്പിറൈറ്റ് കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല.
ഓക്കെ. അപ്പോൾ എപ്പോഴും സ്വന്തം റിസ്കിൽ മാത്രം എന്ത് തീരുമാനം എടുക്കായാലും, ട്രേഡിംഗ് എന്നല്ല, എന്ത് തീരുമാനം എടുക്കായാലും സ്വന്തം റിസ്കിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. ഒറ്റ ലൈഫല്ലേ ഉള്ളൂ, രണ്ടെണ്ണം ഒന്നുമില്ലല്ലോ. ഓക്കെ, ബൈ.